പ്രായപൂർത്തിയാകുന്നതോടെ സ്വന്തം സുരക്ഷയ്ക്കും രാജ്യസുരക്ഷയ്ക്കും ഇടയിൽ ഒരു അസാധാരണ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരികയാണ് യുക്രൈനിലെ യുവാക്കൾക്ക്. ഒന്നുകിൽ യുക്രൈനിൽ തുടർന്ന് സൈന്യത്തിൽ ചേരാം, അതല്ലെങ്കിൽ രാജ്യം ഉപേക്ഷിച്ച് പോകണം. വയസ്സ് തികയുന്നതിന് മുൻപ് നാടുവിടുകയാണ് യുക്രൈനിലെ യുവജനത. യുദ്ധമെന്ന അസാധാരണ സാഹചര്യത്തിൽ രാജ്യത്തെ കൈവിടാൻ തീരുമാനിക്കുക പ്രയാസമുള്ളതാണ്. എന്നാൽ സൈന്യത്തിൽ ചേരുകയെന്നാൽ മരണമെന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ആജീവനാന്തം അംഗഭംഗങ്ങളോടെയുള്ള ജീവിതം. സ്ലോവാക്യ അടക്കം സമീപ രാജ്യങ്ങളിലേക്ക് ഒറ്റയ്ക്കും കുടുംബമായും നാടുവിടുന്നവർക്ക് ഇതാണ് പറയാനുള്ളത്. 14-നും 17-നും വയസ്സിനിടയിൽ പ്രായമുള്ള 2 ലക്ഷത്തോളം യുക്രൈനിയൻ കൗമാരക്കാരാണ് ഇത്തരത്തിൽ സമീപത്തെ യൂറോപ്യൻ രാജ്യങ്ങളിൽ താൽക്കാലിക അഭയത്തിന് അപേക്ഷിച്ച് കാത്തിരിക്കുന്നത്. അതേസമയം രാജ്യത്ത് തുടരാനും പോരാട്ടത്തിൽ പങ്കാളിയാകാനും തീരുമാനിക്കുന്നവരുമുണ്ട്. 18 വയസ്സാകുന്നതോടെ സൈന്യത്തിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നവർ, ജന്മനാടിനു വേണ്ടി തോക്കെടുത്ത് മുൻനിരയിലേക്കിറങ്ങുന്ന കൗമാരക്കാർ, രാജ്യത്തെ സംരക്ഷിക്കേണ്ടത് തങ്ങളുടെ കടമയാണെന്ന് വിശ്വസിക്കുന്നവർ. യുദ്ധത്തിനു മുൻപ് സൈനിക സേവനത്തിന് നിർദ്ദേശിക്കപ്പെടുന്ന കുറഞ്ഞ പ്രായം 27 വയസ്സായിരുന്നു യുക്രൈനിൽ. മാസങ്ങൾക്ക് മുൻപാണ് ഇത് 25ലേക്ക് കുറച്ചത്. എന്നാൽ 3 വർഷത്തിലേക്ക് കടക്കുന്ന യുദ്ധത്തിൽ യുക്രൈന്റെ സൈനിക ശേഷി ദുർബലമാണ്. യുക്രൈനിയൻ സൈനികരുടെ ശരാശരി പ്രായം 40കളിലേക്ക് വീണു. ഇതോടെ പ്രായപരിധി 18ആയി കുറയ്ക്കാൻ US അടക്കം സഖ്യകക്ഷികളിൽ നിന്ന് നിർദ്ദേശമുണ്ടായി. എന്നാൽ യുക്രൈൻ ഇതുവരെ അങ്ങനെയൊരു നീക്കത്തിന് അംഗീകാരം കൊടുത്തിട്ടില്ല. പക്ഷേ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാർ രാജ്യം വിടുന്നതിനെ യുക്രൈൻ കർശനമായി വിലക്കുന്നു. നിർബന്ധിത സേവനത്തിന് പകരം സ്വന്തം നിലയ്ക്ക് സൈന്യത്തിൽ ചേരാൻ യുവാക്കളെ പ്രോത്സാഹിപ്പിക്കാനാണ് സർക്കാരിന്റെ ശ്രമം. ദേശീയ ഐക്യത്തിനായി രൂപം കൊടുത്ത പുതിയ മന്ത്രാലയത്തിന്റെ പ്രധാന ചുമതല അതാണ്. യുദ്ധത്തോടനുബന്ധിച്ച് നാടുവിട്ട 7 ദശലക്ഷത്തോളം യുക്രൈനിയൻ പൗരന്മാരിൽ 4.2 ദശലക്ഷവും സമീപ രാഷ്ട്രങ്ങളിൽ താൽക്കാലിക അഭയത്തിലാണ്. ഇവരെ തിരിച്ചെത്തിക്കാൻ പരിശ്രമിക്കുമെന്ന് മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള യുക്രൈൻ ഉപപ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. നാടുവിടുന്നതിലെ ശരിയും തെറ്റും വലിയ രീതിയിൽ ചർച്ചയാകുമ്പോൾ യുദ്ധാനന്തരം നാട്ടിലേക്ക് മടങ്ങുന്നവർ വിവേചനങ്ങളും ആക്രമണങ്ങളും നേരിടേണ്ടി വരുമെന്ന ഭയവും ബാക്കിയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.